പ്രധാനവും നാനാവാന്യം ഭാഷ്യം. ജ്ഞാനോത്പത്തേ പ്രാഗൂർധ്വം തത്കാല ജന്മാന്തര സഞ്ചിതാനാം ച കർമ്മണാം അപ്രവൃത്തഫലാനാം വിനാശഃ സിദ്ധോ ഭവതി. ഫലപ്രാപ്തി വിഘ്നനിഷേധ ശ്രുതേരേവ. ജ്ഞാനത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പറയുന്നു. ജ്ഞാനഫലം മുക്തി. ജ്ഞാനഫലമായ മുക്തിയെക്കുറിച്ച് പറയുന്നു. പിന്നെ വിഘ്നനിഷേധം. മുമ്പ് വന്നല്ലോ, ദേവന്മാർക്ക് കൂടി ഇതിൽ വിഘ്നത്തെ ഉണ്ടാക്കാൻ കഴിയില്ല, അതിനവസരമില്ല. തത്വജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാലം കൊണ്ടുള്ള അന്തരമില്ല. പറഞ്ഞത് ഏകകാലത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് വിഘ്നനിഷേധശ്രുതി. പിന്നെ ഫലപ്രാപ്തിയെ കുറിച്ചും പറയുന്നു. ജ്ഞാനം ഫലവത്താണ്, മുക്തി. എങ്ങനെയാണോ ഒരജ്ഞനെ സദാ കർമ്മം ബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഒരു തത്വജ്ഞാനി കർമ്മം ബന്ധിക്കുന്നില്ല. അതുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു. വിപരീതപ്പെടുത്തിയ ഭ്രാന്തിം അകസ്മാത് കുറുവന്തി എന്നത് തത്വജ്ഞാനിയിലും പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ കഴിയാത്ത രീതിയിൽ വിപരീത പ്രത്യയങ്ങൾ, വിപരീത പ്രത്യയ ഭ്രാന്തി അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? നമ്മൾ അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. കാരണം തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ കണ്ടു. തത്വജ്ഞാനിയിൽ വ്യവഹാരം നടക്കുന്നു. ശിഷ്യോപദേശം തുടങ്ങിയ വ്യവഹാരം. ശിഷ്യോപദേശം മാത്രം. ചില ആചാര്യന്മാര് തത്വജ്ഞാനികളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്
വ്യവഹാരപ്രധാനികൾ, വിവേകപ്രധാനി, സമാധിപ്രധാനി, അങ്ങനെ മൂന്നായിട്ട് 3 തരത്തിൽ തത്വജ്ഞാനികൾ കാണുന്നുണ്ട്. വ്യവഹാരപ്രധാനി വസിഷ്ഠനും മറ്റും. വസിഷ്ഠൻ പുരോഹിതനായിരുന്നു. പക്ഷെ തത്വജ്ഞാനത്തിന് ശേഷം ആ തൊഴിൽ തന്നെ ചെയ്തു, പൗരോഹിത്യം തന്നെ. അത് ഉപേക്ഷിച്ചില്ല. വാസ്തവത്തിലൂടെ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ തത്വജ്ഞാനത്തിൽ കർമ്മത്തെ ഉപേക്ഷിക്കണം ബാഹ്യമായി തന്നെ. വസിഷ്ഠൻ പുരോഹിതനായിരുന്നു. ബ്രഹ്മധർമ്മം, ബ്രാഹ്മധർമ്മം, പൗരോഹിത്യം, ബ്രാഹ്മണധർമ്മം അത് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ അവിടെ വ്യവഹാരപ്രധാനന്മാരായിരുന്നു. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ജനകൻ ക്ഷാത്രധർമ്മം, രാജ്യം ഭരിക്കാൻ പറയുന്നത് ക്ഷാത്രധർമ്മം, മറ്റത് ബ്രാഹ്മധർമ്മം. പിന്നെ അതുപോലെ പുരാണങ്ങളിലും മറ്റും പലരുടെയും തുലാധരന്റെയും മറ്റും വൈശ്യധർമ്മം, ഇങ്ങനെയൊക്കെയുള്ള ധർമ്മങ്ങൾ തത്വജ്ഞാനത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു. അവർ തത്വജ്ഞാനത്തിന് ശേഷവും ആ ധർമ്മങ്ങൾ, വ്യാധന്റെ ധർമ്മം, ശൂദ്രധർമ്മം, അതെല്ലാം തത്വജ്ഞാനത്തിന് ശേഷവും ഓരോ ധർമ്മങ്ങൾ ഓരോരുത്തർ വിടുന്നില്ല. അങ്ങനെ കാണുന്നു. ഇവരെല്ലാം ജ്ഞാനികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളവരാണ്. കാരണം എന്തുകൊണ്ട് അവർ ജ്ഞാനം ഉപദേശിക്കുന്നു. തത്വജ്ഞാനത്തെ അവർ ശിഷ്യന്മാർക്ക് സംശയരഹിതമായി ഉപദേശിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം തത്വജ്ഞാനികളായിട്ട് തുലാധരന്റെയും മറ്റും മഹാഭാരതത്തിലോ വരുന്ന കഥയിലൊക്കെ തത്വജ്ഞാനത്തെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവര് ജ്ഞാനികളാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ അവർ വ്യവഹാരത്തിൽ തന്നെ ഇരിക്കുന്നു. ഇനി ചിലരങ്ങനെയല്ല, വിവേകപ്രധാനന്മാർ എന്നുവെച്ചാൽ വ്യവഹാരത്തെ ഉപേക്ഷിക്കുന്നു. യാജ്ഞവൽക്കന്റെയും മറ്റും അവിടെ അവർ വ്യവഹാരമേ ഉപേക്ഷിക്കുന്നു, വ്യവഹാരത്തിലില്ല. സന്യാസം അതിന് പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ ചിലർ സമാധി പ്രധാനന്മാരെന്ന് വെച്ചാൽ അവര് വിവേകത്തെ ഉപേക്ഷിക്കുന്നു. അവരെന്തെന്ന് ഉപദേശം കൊടുക്കുന്നു. വിവേകപ്രധാനികളെന്ന് വെച്ചാൽ ശിഷ്യന്മാർക്ക് യാജ്ഞവൽക്കൻ എന്താണ്, ഭാര്യയ്ക്ക് ഉപദേശം കൊടുക്കുന്നു, എന്നാ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നു, ഗൃഹസ്ഥധർമ്മത്തെ. ചിലരങ്ങനെയല്ല, കേവല സമാധി തന്നെ, സമാധി ശീലിച്ചിരിക്കുന്നു ചിലർ. ജഡഭരതനും മറ്റും പറയും. അങ്ങനെ പലരുടെയും പുരാണങ്ങൾ ഉദാഹരണം പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 തരത്തിലും കാണാം. വ്യവഹാരപ്രധാനന്മാർ, വിവേകപ്രധാനികൾ, സമാധി പ്രധാനി. അത് വിപരീത പ്രത്യം ഭ്രാന്തി അകസ്മാർ കുർവന്തി എന്ന് പറയുമ്പോൾ അവിടെ 2 കൂട്ടരിലും വ്യവഹാരത്തിൽ നിൽക്കുന്നവരായാലും ശരി, വിവേകത്തിൽ ശിഷ്യോപദേശം പോലെയുള്ള കാര്യങ്ങൾ മാത്രം മറ്റു വ്യവഹാരമില്ലാതെ അങ്ങനെയുള്ളവരിൽ ഇത് വരുന്നു. അവിടെ അങ്ങനെ ഉണ്ടെങ്കിലും ആ കർമ്മം അവരെ ബന്ധിക്കുന്നില്ല എന്ന്. ഇതെല്ലാം പറയുന്നത് തത്വജ്ഞാനികളെ സംബന്ധിച്ചാണ്. ഇത് പെടാത്തവരുമുണ്ട്. തത്വജ്ഞാനികളല്ലാത്ത ഉള്ളവരുമുണ്ട്. തത്വജ്ഞാനി സംബന്ധിച്ചിടത്തോളം ഈ കർമ്മം എന്തുകൊണ്ടിങ്ങനെ നിൽക്കുന്നു, അതിനാണ് ഇവിടെ പറഞ്ഞത് പ്രാരബ്ധം എന്ന് പറയുന്നത്.
പ്രാരബ്ധം, പുണ്യപാപ ഫലത്തെ ഉണ്ടാക്കുന്ന പ്രാരബ്ധം. അപ്പൊ അത് ഫലാനുഭവം കൊണ്ട് നശിക്കുന്നു. പുണ്യപാപ ഫലാനുഭവം കൊണ്ട് ആ പ്രാരബ്ധം നശിക്കുന്നു, അനുഭവിച്ചത് നശിക്കുന്നു. അത് ശരീരനാശത്തോടു കൂടി നശിക്കുന്നു. പക്ഷെ അതിനുള്ള പ്രത്യേകത എന്താണ്? അത് ജ്ഞാനം കൊണ്ട് നശിച്ചതാണ്. തത്വം എന്തുകൊണ്ട്? ജ്ഞാനാഗ്നി അടുത്ത് പറയും സർവകർമാണി ഭസ്മസാത് കുരുതേ. ജ്ഞാനം സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു. സർവകർമ്മത്തെ നശിക്കുമ്പോൾ പ്രാരബ്ധത്തെ നശിപ്പിക്കണ്ടേ? പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നുണ്ടോ? പക്ഷെ പ്രാരബ്ധത്തെ നശിപ്പിച്ചാലും നശിച്ചത് വീണ്ടും തുടരുന്നു. പിന്നെ അതിന് ഒരു നാശം കൂടെ സംഭവിക്കുന്നു. അതിനാണ് വറുത്ത വിത്തിന്റെയും മറ്റു ഉദാഹരണം പറയുന്നത്. വറുത്ത വിത്ത് എന്ന് പറയുന്നത് കരിഞ്ഞുപോയ വിത്ത് പോലെ അല്ല, അതിന്റെ വ്യത്യാസം. കരിഞ്ഞുപോയ വിത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഭസ്മമായി. വറുത്ത വിത്ത് അങ്ങനെയല്ല, വിത്തായിട്ട് തന്നെ ഇരിക്കുക. ആ വിത്തിന് നാശം സംഭവിച്ചിരിക്കുന്നു. എന്താ? അതിന്റെ ബീജത്തിന് നാശം സംഭവിച്ചു. അതുപോലെ തത്വജ്ഞാനം പ്രാരബ്ധ കർമ്മത്തെ നശിപ്പിക്കുന്നു, അതിന്റെ ബീജത്തെ നശിപ്പിച്ചു. അതുകൊണ്ട് അതിനി തുടർ ജന്മങ്ങൾ അതുണ്ടാക്കുന്നതിന് ആ കർമ്മത്തിന് ശേഷിയില്ല. ആണ് ഊർധ്വം എന്ന് പറയുന്നത്. ഊർധ്വഫലങ്ങളെല്ലാം അതില്ലാതാക്കുന്നു. അതിൽ നിന്ന് പിന്നെ വീണ്ടും ഒരു ചെടി ഉണ്ടാകുന്നു. പക്ഷേ ഒരു വിത്തിന്റെ ചില ഗുണങ്ങളൊക്കെ അതിനുണ്ട്. ബീജത്തിന്റെ വറുത്തു കഴിഞ്ഞാൽ അത് ഭക്ഷണയോഗ്യമാണ്. അപ്പോൾ അവിടെ സ്വതുക്ക അനുഭവ യോഗ്യമാണ് ആ കർമ്മം, ബീജം പോലെ. എന്നാൽ അതൊട്ട് വേറൊരു ചെടിക്ക് അത് കാരണമാകുന്നില്ല, അതുപോലെ വേറൊരു ജന്മത്തിന് കാരണമാകുന്നില്ല. അപ്പോൾ പ്രാരബ്ധ ജ്ഞാനം കൊണ്ട് സർവകർമ്മങ്ങളും നശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രാരബ്ധവും നശിക്കുന്നുണ്ട്. പക്ഷെ ആ നാശത്തിന് ഇത് സ്വഭാവം വേറെയാണ്. നാശം പലതരത്തിൽ സംഭവിക്കാറുണ്ട്. വിത്ത് തന്നെ സ്വയം നശിച്ചു പോവുക, അല്ലെങ്കിൽ അതിന്റെ ഉത്പാദനശേഷി നശിക്കുക. ഇവിടെ അതാ സംഭവിക്കുന്നു. എന്നാൽ അത് ഫലത്തെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രാരബ്ധത്തിന് അധീനമല്ലാത്ത ജന്മം, അവിടെ ഇത് ഒന്നും ഈ പറയുന്നൊന്നും ഇവിടെ ബാധകമല്ല. അവിടെ ഈ തത്വജ്ഞാനമുണ്ട്. പക്ഷെ ജന്മം പ്രാരബ്ധ അധീനമല്ല. ഗീതയിലും മറ്റോ ചർച്ച ചെയ്തതാണ്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് എത്ര പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണ്, അതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു, കേൾക്കുന്നു മറന്നുപോകും. അതുകൊണ്ടാണ്. അവതാര പുരുഷന്മാരുടെ കർമ്മത്തെക്കുറിച്ച് പറയുന്നു. അതിവിടെ പരാമർശിച്ചിട്ടില്ല. അതിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന പ്രാരബ്ധത്തെക്കുറിച്ചാണ്. നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്താണ്. അവിടെ പ്രാരബ്ധമില്ല. തത്വജ്ഞാനികളും അവതാര പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിനു വേണ്ടി ഒരു പരിപക്വമായ ജന്മമാണെങ്കിൽ ശരി, ആ ജന്മത്തിൽ ജ്ഞാനത്തിനു വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കണം. അവിടെ പ്രാരബ്ധ ശേഷിക്കുന്നു. അതുകൊണ്ടാണ് ജന്മം ഉണ്ടായത്. ജന്മം ഉണ്ടായതുകൊണ്ടാണ്. അല്ല
ജ്ഞാനത്തോടുകൂടി ജനനം അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു ജ്ഞാനം കൊണ്ട് പ്രാരബ്ധം നശിക്കുന്നു. പിന്നെ ജന്മത്തിന് കാരണമായ ഒന്നുമില്ല, പിന്നെ ജന്മമില്ല, ശരീരപാദത്തോടുകൂടി നശിക്കുന്നു. അപ്പോൾ ഒരു തത്വജ്ഞാനിക്ക് ഒരിക്കലും തത്വജ്ഞാനത്തോടുകൂടി ജനിക്കാൻ ഒക്കത്തില്ല. ജ്ഞാനം ഇവിടെ പറഞ്ഞു പ്രാഗൂർധ്വം എല്ലാം നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ ജ്ഞാനത്തോടുകൂടി ജനിക്കും. ജ്ഞാനം എന്താ? ജന്മത്തിന് കാരണമാണോ? അല്ല. പക്ഷെ വളരെ പരിപക്വമായ ഒരു ജീവൻ, അയാൾ പൂർവ്വജന്മങ്ങളിലും ശ്രവണാദി സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്, പൂർവ്വജന്മങ്ങളിലും ഉപാസനകളും മറ്റും ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായി പക്ഷെ ഒരു ജന്മത്തിലും അയാൾക്ക് ആ ജ്ഞാനം നിശ്ചയരൂപത്തിലുണ്ടായിട്ടില്ല. അതിന് അതാത് ജന്മത്തിലെ പ്രാരബ്ധങ്ങൾ തടസ്സമായിരിക്കും, വിഗ്രഹങ്ങളുണ്ടായിരിക്കും, അയാളുടെ ജ്ഞാനത്തെ സംശയാദികൾ ബാധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പരിപക്വമായ അവസ്ഥ വരുന്ന ഒരു ജന്മത്തിൽ അയാൾ തത്വജ്ഞാന പ്രാപ്തിക്ക് വേണ്ടി തന്നെ ജനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രാരബ്ധം ഉണ്ട്. കർമ്മം കഴിഞ്ഞു പോയതാണ്. പ്രാരബ്ധത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അതീതം എന്നാണ്. ഇപ്പോൾ സഞ്ചിതത്തെ നശിപ്പിക്കുന്ന പോലെ അതീതമായതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതീതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല, ഫലം കൊടുത്തു കഴിഞ്ഞു. പ്രാരബ്ധ കർമ്മം ഫലം കൊടുത്തു കഴിഞ്ഞു. സഞ്ചിതവും അതീതമാണ്, പക്ഷെ അത് ഫലം കൊടുത്തിട്ടില്ല. സഞ്ചിതം ബീജരൂപത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റും. ജ്ഞാനത്തിന് പൂർണ്ണമായി നശിപ്പിക്കുന്നു. സാറിന് പറയാനുണ്ടല്ലോ, മുളയിലെ നുള്ളിക്കളയുക. അത് വിത്തായിരുന്നപ്പോൾ തന്നെ അതിനെ നശിപ്പിച്ചു. പക്ഷെ പ്രാരബ്ധം അങ്ങനെയല്ല, അത് ആരംഭിച്ചു കഴിഞ്ഞു, ഫലം കൊടുത്തു കഴിഞ്ഞു. എന്തിനാണ് അത് ഫലം കൊടുത്തത്? തത്വജ്ഞാന പ്രാപ്തിക്ക് വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് അത് ആരബ്ധമായത്. പ്രാരബ്ധം ആരംഭിച്ചു കഴിഞ്ഞത് എന്നർത്ഥം. അതുകൊണ്ടാണ് സാധാരണ ഈ തത്വജ്ഞാനികളുടെ ജന്മത്തെ മാത്രമാണ് മുഖ്യമായും പ്രാരബ്ധം എന്ന് പറയുന്നത്. കാരണം അത് തത്വജ്ഞാനത്തിന് വേണ്ടി മാത്രം അത് ആരംഭിച്ച അജ്ഞനുമുണ്ട്. ഒരു ജന്മം ഉണ്ടായാൽ അത് പ്രാരബ്ധം തന്നെ. പക്ഷെ അതിന് വിശേഷത ഒന്നുമില്ല, തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വിശേഷതയുണ്ട്. അതുകൊണ്ട് ആ ജന്മം തന്നെ ആരംഭിച്ചിരിക്കുന്നത് ആ തത്വജ്ഞാന ലബ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആ ജന്മത്തിൽ ശിഷ്ടകർമ്മങ്ങൾ എന്തെങ്കിലും വിഘ്ന രൂപത്തിലുണ്ടെങ്കിൽ അതൊരു ജന്മത്തിൽ തീരേണ്ടതാണെങ്കിൽ അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ആ തത്വജ്ഞാനിക്ക് ചെയ്യേണ്ടി വരും. ഏത് സാധനമായാലും, തപസ്സാണെങ്കിൽ അത്, ശ്രവണാദികളാണെങ്കിൽ അത്, പ്രായശ്ചിത്ത കർമ്മങ്ങളാണെങ്കിൽ അത്, സന്യാസം പോലെയുള്ള കർമ്മങ്ങളാണെങ്കിൽ അത് ഏത് കർമ്മങ്ങളാണ് ശേഷിക്കുന്നത് ശേഷിക്കാത്തത് എന്ന് തീരുമാനിക്കാൻ ഈശ്വരന് കഴിയും, ജീവന് കഴിയത്തില്ല. എന്തായാലും അത്തരം കർമ്മങ്ങൾ ഒടുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന തത്വജ്ഞാനിക്ക് വേണ്ടി വരും.
ചിലർക്കത് വേണ്ടി വരത്തില്ല, കേവല ശ്രവണം മാത്രം മതി. വാസിഷ്ഠത്തിലും മറ്റും അങ്ങനെയുള്ള ജനകന് സിദ്ധഗീതയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായെന്ന് പറയുന്നു. പിശാചകൻ ഒരാൾ കാട്ടിൽ പോയതാണ്, അയാൾക്ക് യാദൃശ്യവുമായി തത്വമസി കേട്ട് ബോധമുണ്ടായെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് അയാളുടെ ആ കർമ്മ പരിഭാഗ സ്ഥിതി അനുസരിച്ചിരിക്കും. എന്തായാലും ആരംഭിച്ചത് കൊണ്ട് തത്വജ്ഞാനം അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചിതത്തെ നശിപ്പിക്കും പോലെ പറ്റത്തില്ല. വിത്തിനെ നശിപ്പിക്കുന്ന പോലെ വൃക്ഷത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ രണ്ടിന്റെയും രണ്ട് സ്വഭാവമാണ്. ജ്ഞാനം അതിനെ ആശ്രയിച്ചു വരുന്നു. കാരണം തത്വജ്ഞാനവും ആ പ്രാരബ്ധത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ തത്വജ്ഞാന പ്രാപ്തിക്ക് ആ പ്രാരബ്ധജന്യമായ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, സംസ്കാരം എല്ലാം സഹായിച്ചതാണ്. ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ആ തത്വജ്ഞാന പ്രാപ്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ തത്വജ്ഞാനം നിലനിൽക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ആ ശരീരപാദം വരെ തത്വജ്ഞാനം നിലനിൽക്കണമെങ്കിൽ അതിന് ആശ്രയം വേണ്ടേ. അതുകൊണ്ട് അതിനെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് വിത്തിനെ ദഹിപ്പിക്കുന്ന പോലെയുള്ളൂ. എന്തിനെ ആശ്രയിച്ചിട്ടാണോ ആ തത്വജ്ഞാനം നിലനിൽക്കുന്നത്? ആ പ്രാരബ്ധകർമ്മം, ആ പ്രാരബ്ധം അതിൻ്റെതായ ഫലങ്ങളെല്ലാം കൊടുത്തു കഴിയും. അങ്ങനെ ചില സാധനങ്ങളുണ്ടല്ലോ, വാഴ കൊലച്ചു കഴിഞ്ഞാൽ നശിക്കും. ചില അങ്ങനെയാണ്. ചില വൃക്ഷങ്ങൾ അങ്ങനെയല്ല, ഫലം കൊടുത്താലും വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കും. സഞ്ചിത കർമ്മങ്ങളും മറ്റും അതുപോലെയാണ്. പ്രാരബ്ധം അങ്ങനെയല്ല. അത് ഫലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നശിക്കുന്നു. അപ്പോൾ അതിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് തത്വജ്ഞാനം തന്നെ. ആ തത്വജ്ഞാനം കൊണ്ടത് വറുത്ത വിത്ത് പോലെയാകുന്നു. പക്ഷെ എന്നാലോ തുടരുന്നു. പിന്നെ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണോ? ഏത് കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ടല്ലോ, സുഖദുഃഖാദി അനുഭവങ്ങൾ. അപ്പോൾ തത്വജ്ഞാനിയുടെ ജീവിതത്തിലെ സുഖദുഃഖാദി അനുഭവങ്ങളിലൂടെ ആ കർമ്മം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ബീജമില്ലാത്തതുകൊണ്ട് വീണ്ടും ഫലത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ശരീരപാദം വരെ എന്ന് പറയുന്നതാണ് ആ സുഖദുഃഖാദി അനുഭവങ്ങളുടെ അവസാനം വരെ. അതെല്ലാം നശിക്കുന്നു. ഒരു ദീപം അതിന്റെ എണ്ണയും തിരിയുമെല്ലാം ഉള്ളതുപോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ജ്വലനം തീരുന്നു, ആ സമയം അതിന്റെ ഇന്ധനവും തീരുന്നു. അത് പരസ്പരാശ്രയമായിട്ടാണ് നിൽക്കുന്നു. ആ പ്രക്രിയ, ജ്വലിക്കുക എന്ന് പറയുന്ന പ്രക്രിയ. ദീപം എന്ന് പറയുന്നില്ലെങ്കിൽ ഇന്ധനത്തിന് ജ്വലിക്കാൻ പറ്റത്തില്ല. ഇന്ധനമായിട്ടിരിക്കത്തേ ഉള്ളൂ. ഇന്ധനം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ദീപത്തിന് ജ്വലിക്കാനും പറ്റത്തില്ല. അതുപോലെ ഈ പ്രാരബ്ധവും ഈ തത്വജ്ഞാനിയുടെ ജ്ഞാനവും പരസ്പരാശ്രിതമായിട്ടിരിക്കുന്നു. ആ കർമ്മം നശിച്ചതാണെങ്കിലും സുഖദുഃഖാദി അനുഭവങ്ങളിലൂടെ അതിന്റെ അവസാനം വരുമ്പോൾ അത് കർമ്മത്തിന് ഫലം ഉണ്ടാക്കിയേ പറ്റൂ. തത്വജ്ഞാനത്തിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു കർമ്മമല്ല. കാരണം അവിടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇതിനും കാരണമായ കർമ്മമുണ്ട്.
കർമ്മം എന്ന് പറയുന്നത് പൂർവകർമ്മങ്ങളുടെ സംസ്കാരം. അപ്പൊ ഇതെല്ലാം സംഭവിക്കണം. അപ്പോൾ ആ കർമ്മത്തിന്റെ മുഖ്യമായ ഫലം തത്വജ്ഞാനം തന്നെ. എന്നുവെച്ചാൽ കർമ്മത്തിൽ നിന്ന് തത്വജ്ഞാനം ഉണ്ടായെന്നല്ല, ആ തത്വജ്ഞാനത്തിന് യോഗ്യമായ ഒരു പാത്രത്തെ സൃഷ്ടിക്കുക, അതായിരുന്നു ആ കർമ്മം. പക്ഷെ കർമ്മത്തിന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കർമ്മത്തിന്റെ മുഖ്യഫലം എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയായാലും സുഖദുഃഖാനുഭവങ്ങളാണ്. അപ്പൊ അനുഭവങ്ങൾ തീരുമ്പോൾ ഇതെല്ലാം അവസാനിക്കും. തത്വജ്ഞാനവും കർമ്മങ്ങളും ശരീരവും പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേഹമുക്തി എന്ന് പറയുന്നു. പ്രാരബ്ധ കർമ്മമോ പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ച് നിൽക്കുന്ന, അതിനാശ്രയിച്ചിരിക്കുന്ന തത്വജ്ഞാനം പോലെയുള്ള കാര്യങ്ങളോ യാതൊന്നും വിശേഷിച്ച് നിൽക്കാതെ എല്ലാം അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദേഹമുക്തി എന്ന് പറയുന്നു. പക്ഷെ ഈ തത്വജ്ഞാനത്തിൽ തന്നെ ഈ പ്രാരബ്ധകർമ്മം നശിച്ചിരിക്കുന്നു, വാർത്തവിത്വമാണ്. അപ്പോൾ അവിടെ ശരീരം തത്വജ്ഞാനിക്ക് ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് സമമാണ്. ഈ ശരീരാത്മബുദ്ധി അത് കേവലം ഒരു ഭ്രാന്തിയാണെന്ന് തത്വജ്ഞാനി അറിയുന്നു. ആ ശരീരാത്മബുദ്ധി നിലനിൽക്കുന്നത് അത് പരമാർത്ഥത്തിലല്ല എന്നുള്ള ബോധം തത്വജ്ഞാനിക്കുണ്ട്. അത്തരമൊരു ബോധമുള്ളതുകൊണ്ട് താൻ സ്വയം അസംഗസ്വരൂപനാണ്. തനിക്ക് ഈ ശരീരാദികളോടോ അതിന്റെ വ്യവഹാരങ്ങളോടോ ഒരു ബന്ധവുമില്ല. എന്നാലും ഇതിങ്ങനെ പ്രതീതമായിരിക്കുന്നു, അതിന് സമാധാനം പ്രാരബ്ധമാണ്. ഇത്തരത്തിലുള്ള ബോധം എല്ലാം തത്വജ്ഞാനിക്ക് തത്വജ്ഞാനാവസ്ഥയിലുള്ളതാണ്. ഈ ബോധം കൊണ്ട് തത്വജ്ഞാനി ശരീരത്തിൽ നിന്നും ശരീരധർമ്മങ്ങളിൽ നിന്നും ആ ബോധത്തിലൂടെ മാത്രം വിട്ടുനീക്കുന്നു. അതുകൊണ്ട് ആ തത്വജ്ഞാനി ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ പറയുന്നു വിദേഹൻ. അതാണ് ജനകനെയും മറ്റും വിദേഹൻ എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിദേഹം. അപ്പോൾ ഈ വിദേഹമുക്തി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണോ അതോ മരണശേഷമാണോ? തത്വജ്ഞാനിയെ സംബന്ധിച്ച് രണ്ട് സമയത്ത്, ജീവിച്ചിരിക്കുമ്പോഴും വിദേഹമുക്തി എന്ന് പറയാം, എന്നാൽ പ്രാരബ്ധം ശേഷിക്കുന്നുണ്ടല്ലോ, സ്വദുഃഖ അനുഭവങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ശരീരം നശിച്ചതാണെങ്കിലും ആ ശരീരത്തെ അംഗീകരിക്കുകയാണ്, വ്യവഹാരത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ പറയാം മരണശേഷമാണ് വിദേഹമുക്തി എന്ന് പറയാം. അപ്പോൾ തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ രണ്ടിനും തമ്മിൽ വ്യത്യാസമില്ല. ജ്ഞാനത്തിന്റെ ദൃഷ്ടി എന്തുകൊണ്ട് ഈ ശരീരത്തെ സംബന്ധിച്ച് കർമ്മത്തെ സംബന്ധിച്ചും കർമ്മഫലത്തെ സംബന്ധിച്ചും ശരീരനാശത്തെ സംബന്ധിച്ചുള്ള തത്വമെല്ലാം അവിടെ ഗ്രഹിച്ചിരിക്കുന്നു തത്വജ്ഞാനം. അതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നാഭിനന്ദേത മരണം, നാഭിനന്ദേത ജീവിതം. ജീവിതത്തെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചും തത്വജ്ഞാനിയുടെ കാഴ്ചപ്പാടൊന്നാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. എന്നാലും ശരീരത്തെ ഒരു പരിധിവരെ ശരീരത്തെ നിലനിർത്തേണ്ടി വരുന്നു. ശരീരം നിലനിൽക്കുന്നു. അത് തത്വജ്ഞാനി ഇച്ഛിച്ചാലും ഇച്ഛിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചല്ല അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് പറയാം മരണശേഷമാണ് വിദേഹമുക്തി എന്ന് പറയാം. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ച് രണ്ട് ശരിയാണ്. ഇത് തത്വജ്ഞാനികളെ സംബന്ധിച്ച് പറയുന്നു. ഏതൊരു ജന്മത്തിലാണോ ജ്ഞാനം ഉണ്ടായത്
ഏതൊരു ജന്മമാണോ ജ്ഞാനത്തിനു വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നത് അവരെ സംബന്ധിച്ച് പറയുന്നതാണ്. അങ്ങനെയുള്ള തത്വജ്ഞാനികളെ കുറിച്ച് ചിലവ് പറയും ആ ജന്മസിദ്ധന്മാരെന്ന് പറയും. ജന്മനാൽ തന്നെ അവർ ജ്ഞാനത്തോട് കൂടി വന്നവരെന്ന് പറയും. അങ്ങനെ പറയുന്നിടത്ത് അതിന്റെ താല്പര്യം എന്താണ്? ജന്മനാൽ നിശ്ചയാത്മകമായ ജ്ഞാനം അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ അവിടെ പ്രാരബ്ധം കൊടുങ്ങും. അതിൽ ജ്ഞാനം ഉണ്ടായിരുന്നു, പക്ഷെ ആ ജ്ഞാനം നിശ്ചയരൂപത്തിലായിരുന്നു. സംശയാദികളെ ഇല്ലാതാക്കുന്നതായിരുന്നു. ഒരു ജിജ്ഞാസുവിന്റെ ജ്ഞാനം പോലെ ആയിരുന്നു. ജിജ്ഞാസുവിനുണ്ടല്ലോ ജ്ഞാനം. അതുകൊണ്ടാണല്ലോ ജിജ്ഞാസു ആത്മാനാത്മവിവേകം. ജിജ്ഞാസുവിന്റെ യോഗ്യത പറയും ആത്മാനാത്മവിവേകം. അവിടെ ജ്ഞാനമുണ്ട്, പക്ഷെ അതിന് പോരായ്മകളുണ്ട്, സംശയാദി ദോഷങ്ങൾ. അപ്പോൾ അവിടെ ആ ജന്മസിദ്ധനെന്ന് പറഞ്ഞാൽ ഇത്തരം ദോഷങ്ങൾ. അതായത് ഒരാൾ ആ ജന്മത്തിൽ സാധന അനുഷ്ഠിക്കേണ്ടി വന്നാൽ, അങ്ങനെ സാധന അനുഷ്ഠിച്ചാലേ ഒരു തത്വജ്ഞാനി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ തത്വജ്ഞാനി ഇല്ല, അങ്ങനെയൊന്നുമില്ലെന്ന് വരും. കാരണം ജ്ഞാനം പിന്നീട് മറ്റൊരു ജന്മത്തിന് കാരണമാകുന്നില്ല. അപ്പൊ ജ്ഞാനത്തോടുകൂടി, പൂർണ്ണ ജ്ഞാനത്തോടുകൂടി ഒരാൾക്ക് ജനിക്കാൻ ഒക്കത്തില്ല. ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ പിന്നെ ആ ജന്മം പ്രാരബ്ധത്തെ മാത്രമേ കാത്തിരിക്കുന്നുള്ളൂ. ജ്ഞാനത്തിന്റെ പൂർണ്ണത ഒരു ജന്മത്തിലുണ്ടാകാം, പക്ഷെ പ്രാരബ്ധം അത് മാത്രമേ ഉള്ളൂ. അടുത്ത് ഏതെങ്കിലും ഒരു നിമിത്തമായിട്ടൊരു ജന്മം ഉള്ള ഒരു നിമിത്തമില്ല. അങ്ങനെ പ്രാഗൂർധ്വം രണ്ടും നശിച്ചിരിക്കുന്നു. ഇനി മൂന്നാമതൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു. പ്രാരബ്ധാധീനമല്ലാതെ ജന്മം ഉണ്ടാകുന്നു. പ്രാരബ്ധാധീനമായ ജന്മമുണ്ട്. എന്നുവെച്ചാൽ ആ ജ്ഞാന പൂർണ്ണമായ ജ്ഞാനത്തോടുകൂടി തന്നെ ജനിക്കുന്നവർ. ജീവന്മാർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതാണ് ഗീതയിൽ ചർച്ച ചെയ്തത്. സ്വം മായാം വശീകൃത്യ ഭഗവാൻ തന്റെ മായയെ തനിക്ക് സ്വാധീനമാക്കി സ്വയം ഒരു രൂപത്തെ ധരിച്ചു എന്ന് പറയുന്നു. അതൊരു പൗരാണിക സങ്കല്പമാണ്, പൗരാണികമായൊരു കാഴ്ചപ്പാടാണ് അവതാരം. പക്ഷെ അദ്വൈതികളും അതിനെ സ്വീകരിക്കുന്നുണ്ട്. ആണ് ഭാഷകാരനോട് പറഞ്ഞത്. സ്വമായ കൊണ്ട് അത് പ്രാരബ്ധമാണ്, കർമ്മഫലമല്ല. നമ്മളവിടെ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ വീണ്ടും ചിലർ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. കേട്ടവർ ഉറങ്ങിക്കോളുക. ആ മായാശക്തിയെ തനിക്ക് അധീനമായിരിക്കുന്ന, ഇവിടെ തിരിച്ചാണ് തത്വജ്ഞാനിയെ സംബന്ധിച്ച്, പ്രാരബ്ധത്തിന് അധീനമായിരിക്കുന്ന ആ ജന്മത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. സ്വീകരിച്ചേ പറ്റൂ. അതിന് തനിക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. ശേഷകർമ്മം കൂടെ അനുഭവിച്ച് തീർക്കണം. ജ്ഞാനി അതൊക്കെ ശരിയല്ല, പക്ഷെ ആ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈശ്വരൻ തന്നെ. എന്തുകൊണ്ട്? ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ്. കർമ്മത്തിന്റെ ഗഹനമായ ഗതിയെല്ലാം അറിയുന്ന ആളാണ്, സർവജ്ഞനാണ്. ഈ ജീവനെ പോലെ ആത്മജ്ഞനല്ല. തത്വജ്ഞാനി അല്പജ്ഞനാണ്. ഈശ്വരനെ പോലെ സർവജ്ഞനല്ല. അല്പജ്ഞനായതുകൊണ്ടാണ് ജനിക്കേണ്ടി വന്നത്, പ്രാരബ്ധത്തിന് അധീനമാകേണ്ടി വന്നത്. തത്വജ്ഞാനി സർവജ്ഞനെന്ന് എന്തുകൊണ്ട് പറയുന്നത് പറഞ്ഞു? ആത്മബോധം കൊണ്ടാണ്. ഈശ്വരന്റെ സർവജ്ഞത്വം ഉള്ളതുകൊണ്ടല്ല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലുള്ള സർവജ്ഞത്വം ഉള്ളതുകൊണ്ടല്ല. ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലുള്ള സർവജ്ഞത്വമുള്ള ഈശ്വരന്
അവിദ്യയില്ല, അജ്ഞാനമില്ല, അതൊന്നും അവിടെയില്ല. നശിക്കേണ്ട ഒരു അജ്ഞാനം അവിടെയില്ല. അപ്പോൾ തനിക്ക് അധീനമായിരിക്കുന്ന മായാശക്തി, ഏതൊരു ശക്തി കൊണ്ടാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഈ പ്രപഞ്ചരചന നടത്തുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നതോ സദാത്മീകത്വം, സൃഷ്ടിച്ചവൻ തന്നെ അനുപ്രവേശം ചെയ്തു. അനുപ്രവേശം ചെയ്തിരിക്കുന്നവനിലും അത് വേണ്ടേ? ദ്വൈതികൾ ചോദിക്കുന്നതാണ്. അദ്വൈതികൾ അത് ഇല്ല. അവിടെ തത്വത്തിൽ ഏകമെന്നാ പറഞ്ഞത്, തത് ത്വമെന്നാ പറഞ്ഞത്. ആ തത്വത്തിലൊന്ന് തന്നെ അതേ പറയുന്നുണ്ട്. ഈശ്വരന്റെ വിഭൂതികൾ ജീവനിലേക്ക് വരുന്നില്ല, അനുപ്രവേശം ചെയ്ത ഈ ശരീരത്തിൽ വരുന്നു എന്ന് പറയുന്നില്ല. അത് വരാൻ സാധ്യമല്ല. സൃഷ്ടിച്ചവൻ അനുപ്രവേശം ചെയ്തെന്നേ പറയും. മറിച്ച് അനുപ്രവേശം ചെയ്തിട്ട് പിന്നെ സൃഷ്ടിച്ചു എന്ന് പറയത്തില്ല. അനുപ്രവേശം ചെയ്തവന് പിന്നീട് അത് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ തത്വത്തിലൊന്നാണെങ്കിലും പിന്നീട് സൃഷ്ടിസ്ഥിതി സംഹാരമൊന്നുമില്ല. പിന്നെ അവിടെ കർമ്മമായി, ജന്മമായി, സംസാരമായി. അതിന് ഉപാധി വ്യത്യാസം എന്ന് പറയും. പക്ഷെ ഈശ്വരൻ എപ്പോഴും ഈശ്വരനായി തന്നെ ഇരിക്കുന്നു. ഈശ്വരന് ബന്ധമോക്ഷങ്ങളൊന്നുമില്ല. സമഗ്ര ഐശ്വര്യങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞല്ലോ, യദ്യത് വിഭൂതിമസ്തത്വം, ആ വിഭൂതികളോടുകൂടി തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഒരു അംശമാണ് ഈ ജീവനിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്, ഒരു ചെറിയ അംശം. അതാണ് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. അങ്ങനെയുള്ള ഈശ്വരൻ സ്വന്തം ഇച്ഛയാൽ ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പൗരാണികമായ കാഴ്ചപ്പാട് പുരാണങ്ങളിൽ പറയും. അതിന് അവതാരം എന്ന് പറയുന്നു. അപ്പോൾ അവതാര പുരുഷന്മാർക്ക് പ്രാരബ്ധമില്ല. എന്നാൽ മനുഷ്യന്റെ ശരീരം സ്വീകരിക്കുന്നതുകൊണ്ട് ആ മനുഷ്യ ശരീരത്തിൻ്റെതായ പരിമിതികളെ കൂടി സ്വീകരിക്കുന്നു. തത്വജ്ഞാനിയുടെ ശ്രമമെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാരബ്ധ കർമ്മഫലത്തെ അനുഭവിച്ച് തീർക്കുക, അത്രയേ. പിന്നെ അതിനപ്പുറം ചെയ്യാവുന്നുണ്ടെങ്കിൽ താൻ തുടർന്നു വന്ന വ്യവഹാരങ്ങൾ തുടരുക, അതാണ് വ്യവഹാരപ്രധാനികളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തത്വജ്ഞാനത്തെ ഉപദേശിക്കുക, പ്രചരിപ്പിക്കുക. തന്റെ ഒരു ധർമ്മം, തുടർന്നു വന്ന ധർമ്മത്തെ തുടരുക, അല്ലെങ്കിൽ സമാധിയെ സ്വീകരിക്കുക, ഇതേതുമാകും. ഇതേ തത്വജ്ഞാനിക്ക് സാധ്യമാകും. പക്ഷെ സ്വേച്ഛയ ഒരു ശരീരത്തെ സ്വീകരിച്ചു വരുന്നതാണ്, പ്രാരബ്ധാധീനമല്ലാത്ത ശരീരത്തെ സ്വീകരിച്ചു വരുന്നതാണ്. പിന്നെ തത്വജ്ഞാനത്തിന് വേണ്ടി എത്തിക്കേണ്ട കാര്യമില്ല, അവിടെ ജ്ഞാനമുണ്ട്. അതെന്താ അങ്ങനെ ജീവൻ ജ്ഞാനത്തോടുകൂടി ജനിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതോ? അത് ജീവന്റെ കാര്യം. ഇവിടെ പറയുന്ന ഈശ്വരന്റെ കാര്യമാണ്. രണ്ടും ഒന്നല്ല. തത്വത്തിലൊന്നാണെങ്കിലും ഉപാധിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈശ്വര അങ്ങനെ സ്വശരീരത്തെ സ്വീകരിച്ചു വന്നാൽ അതിന് പറയുന്നു അവതാരം എന്ന് പറയുന്നു. അത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ ജ്ഞാനസമ്പാദനത്തിലുള്ള യത്നങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തപസ്സിന്റെ ആവശ്യമില്ല. പ്രാരബ്ധ കർമ്മത്തിന് അധീനമായി വരുന്ന ശ്രവണാദികളുടെ ആവശ്യമില്ല. പിന്നെ എന്താ അത് പറയുന്നു? ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നു. ലോകസംഗ്രഹ പ്രവൃത്തി അത് ഗീതയിൽ പറയുന്നുണ്ടല്ലോ. ധർമ്മസംസ്ഥാപനാർത്ഥായ
അവിടെ ധർമ്മസംസ്ഥാപനം എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രം. ശരിക്കും ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നത് അവതാര പുരുഷന്മാരിലുണ്ട്. തത്വജ്ഞാനികളിലും മറ്റും അത് ഗൗണമായി പറയുന്നുണ്ട് ലോകസംഗ്രഹ പ്രവൃത്തി. കാരണം അതവരുടെ പ്രാരബ്ധത്തെ തുടർന്നു പോകുന്നു എന്നേ. അതിന്നതാണെന്ന് അവർക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമില്ല. അത് അതീതമാണ് ആ കർമ്മം എന്നുവെച്ചാൽ ഫലം കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി തനിക്ക് അതിന്റെ മേൽ സ്വാതന്ത്ര്യമൊന്നുമില്ല. അവിടെ തന്റെ ഇച്ഛാശക്തി ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഈ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി. പക്ഷെ ആരബ്ധമായ കർമ്മഫലത്തിൽ തത്വജ്ഞാനിക്ക് സ്വാതന്ത്ര്യമില്ല. ഇച്ഛാശക്തി ഇല്ലെന്നല്ല, അത് ആ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയുള്ള സാധനങ്ങളിൽ അതിനുപയോഗിക്കാം. പൗരുഷം അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയും. മറ്റത് പശ്വാദി വിശ്വാവിശേഷ ഭാഷകാരൻ പറയും. മൃഗങ്ങൾക്കും മറ്റുള്ളതുപോലെയാണ്. ആ കർമ്മഫലം എങ്ങനെയോ അതുപോലെ പോകുന്നതാണ് ജ്ഞാനികൾ പലതരത്തിൽ കാണുന്നു. വ്യവഹാര പ്രധാനികളായി, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഫലമായൊരു ഇച്ഛാശക്തി കൊണ്ടാണെങ്കിൽ ജ്ഞാനികളെല്ലാം ഒരേ രൂപത്തിൽ കാണുന്നു. കാരണം ജ്ഞാനം ഏകരൂപത്തിലാണല്ലോ. പക്ഷെ അത് ഇല്ല. അത് ആ പ്രാരബ്ധം എങ്ങനെയോ കർമ്മം അനുസരിച്ച് പോകുന്നു. അപ്പം അത് തത്വജ്ഞാനിയുടെ ഒരു തന്നെ. അവരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് വിപരീത പ്രത്യഭ്രാന്തിയും അകസ്മാത് കുർവന്തി എന്ന് പറയുന്നത്. അതിലൂടെ കർമ്മനാശത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് പലർക്കും സംശയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അസമയം അവതാര പുരുഷന്മാരെ സംബന്ധിച്ച് ജഗത്ത് തന്നെ അവരുടെ വിഭൂതിയാണ്. എന്നാൽ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിൻ്റെതായ, അങ്ങനെ ശരീരം സ്വീകരിച്ചിരിക്കുകയാണ്, ആ പരിമിതികളുണ്ട് താൻ. അതുകൊണ്ട് ജനിക്കുന്നു, മനുഷ്യ മറ്റ് ജീവന്മാരെ പോലെ തന്നെ ജീവിക്കുന്നു, മരിക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നു. ജനന മരണങ്ങളെല്ലാം അവരിലും കാണും. പക്ഷെ ഐശ്വര്യത അത് വിടുന്നില്ല. അതുകൊണ്ട് ആ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതൊരിക്കലും പ്രാരബ്ധത്തിന് അധീനമല്ല. അവിടെ എല്ലാം തന്റെ കർമ്മങ്ങളെല്ലാം സ്വേച്ഛയ്ക്ക് അധീനമാണ്. അപ്പൊ ലോകമര്യാദയ്ക്ക് ചിലപ്പോൾ വിധേയനാകുന്നതും അതും സ്വേച്ഛയ്ക്ക് അധീനമായി. തത്വജ്ഞാനി ഈ പ്രകൃതി ധർമ്മങ്ങൾക്കെല്ലാം അധീനനാണ്. രോഗം തുടങ്ങിയ പ്രകൃതി ധർമ്മങ്ങൾക്ക് തത്വജ്ഞാനി അധീനനായേ പറ്റൂ. പക്ഷേ അവതാര പുരുഷൻ പ്രകൃതി ധർമ്മങ്ങൾക്ക് അധീനനല്ല. എന്തുകൊണ്ട്? സ്വേച്ഛയാ സ്വമായ സ്വീകരിച്ചിരിക്കുന്ന ശരീരം പോലും ദിവ്യമാണ്. അതുകൊണ്ട് അവതാര പുരുഷൻ പ്രകൃതി ധർമ്മങ്ങൾക്ക് അധീനനല്ല. പ്രകൃതി ധർമ്മങ്ങൾക്കൊന്നും അവതാര സ്വരൂപത്തെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അഗ്നിക്ക് ദഹിപ്പിക്കാനോ ജലത്തിന് കുതിർക്കാനോ ഒന്നും കഴിയാത്തതാണ്. ആത്മാവെന്ന് പറയുന്ന പോലെ തന്നെ അവതാര രൂപത്തെയും ഇതിനൊന്നിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെ അവരുടെ നാശം സംഭവിക്കുന്നതായിരിക്കും? അത് സ്വേച്ഛയാണ്. സ്വേച്ഛ അത് സ്വീകരിക്കുന്നു എന്നർത്ഥം. പ്രകൃതി ശക്തികൾക്ക് അധീനമായിട്ടല്ല. തത്വജ്ഞാനിയുടെ ശരീരം അങ്ങനെയല്ല, അത് ഭൗതികമാണ്. അതുകൊണ്ട് ഭൗതികമാകുമ്പം ഭൂതങ്ങളുടെ സ്വഭാവം കാണും. അവതാര പുരുഷന്റെ ശരീരം മായികമാണ്, ശരീരം പോലെ. അതുകൊണ്ട് ഭൂതസ്വഭാവം അതിനില്ല. അതിന് ഉദാഹരണമായിട്ട് പറയും. എന്താണ്? ഉലൂഖല ബന്ധനത്തിന് ശ്രീകൃഷ്ണനെ ശ്രമിച്ചു, പക്ഷെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഭൗതിക ശരീരമാണെങ്കിൽ
ബന്ധിച്ചാൽ ബന്ധനം സംഭവിക്കും. എന്നാൽ അവസാനം സ്വശരീരത്തെ വേടന്റെ അമ്പിന് വിധേയമാക്കി സ്വേച്ഛയ. അതെന്തുകൊണ്ട് മനുഷ്യ ശരീരം സ്വീകരിക്കുമ്പോൾ അതിന് വിധേയനായി കൊടുക്കുന്നു? എന്തുകൊണ്ട് ബന്ധനത്തെ അനുവദിച്ചില്ല? ദിവ്യത്വത്തെ പ്രകടമാക്കാൻ, ബോധിപ്പിക്കാൻ. ഇത് ശരീരം മായികമാണ്. പ്രകൃതി ധർമ്മങ്ങൾക്കൊന്നിനും തന്നെ അതൊരിക്കലും വിധേയമായില്ല. പിന്നെ അവതാരകൃത്യം അവസാനിക്കേണ്ട സമയമായപ്പോൾ അത് അവസാനിപ്പിച്ചു. ഇതെല്ലാം പൗരാണികമായ കാഴ്ചപ്പാടാണ്. പക്ഷെ അദ്വൈതിയെ സ്വീകരിക്കുന്നു. കാരണം അങ്ങനെ ഒരു അവതാര പുരുഷനാണ് ഉപദേശിച്ചിരിക്കുന്നത്, ഒരു തത്വജ്ഞാനിയല്ല. നമ്മളത് അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, തത്വജ്ഞാനിയല്ല അത് ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വിശ്വരൂപ ദർശനവും മറ്റും ഉണ്ടായത്. അപ്പം അതിനെ പ്രാരബ്ധമായി ഗണിക്കാൻ പാടില്ല. അതാണ്. അപ്പം അതും ഇതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് തത്വജ്ഞാനിയുടെ പ്രാരബ്ധവും അവതാരപുരുഷന്റെ അവതാരകൃത്യവും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് അതെങ്ങനെ ഇതെങ്ങനെയെന്ന് ചോദിക്കരുത്. അത് വേറെയാണ്. അവിടെ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നില്ല. അത് തത്വജ്ഞാനത്തിന് വേണ്ടിയുള്ള ശരീരമല്ല, ലോകസംഗ്രഹത്തിന് വേണ്ടിയുള്ള ശരീരമാണ്. ഇനി മൂന്നാമതൊരു കൂട്ടരെ കുറിച്ചും പറയുന്നു. അവതാരം എന്നുള്ള സങ്കല്പമല്ല, അധികാര പുരുഷന്മാർ, അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറയും. ഈ കൽപ്പാന്തം വരെ ശരീരത്തെ സ്വീകരിക്കുന്നവർ മാറി മാറി. അവതാരം എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ തന്നെ. അധികാര പുരുഷന്മാരെന്ന് പറയുമ്പോൾ അത് ഈശ്വരനാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മുക്തപുരുഷന്മാര് തന്നെ. പക്ഷേ ജീവപ്രാരബ്ധമല്ല അവർക്ക്. കാരണം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, കർമ്മദേവന്മാരെ കുറിച്ച് പറയുന്നു. അതായത് ഇവിടെ കർമ്മം ചെയ്ത് അതിന്റെ ഫലമായി ദേവലോകത്തിൽ നിന്ന് കുറച്ചു കാലം ദേവന്മാരായി കഴിഞ്ഞു, പിന്നെ തിരിച്ചു വരുന്നു. പിന്നെ ജന്മന ദേവന്മാരും ഉണ്ട് അവിടെ. കൽപ്പത്തിന്റെ ആദ്യം മുതൽ ദേവന്മാരായിരിക്കുന്നു, കൽപ്പാന്തം വരെ ഇരിക്കുന്നു. കൽപ്പാന്തത്തിൽ അവർ മുക്തരായി പോകും. അങ്ങനെയുണ്ട്. അതും പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ, അങ്ങനെ പറയുന്നുണ്ട്. ഇവരൊന്നും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരല്ല, ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ആരാണ് പരിചയം, എവിടെ വെച്ച് പരിചയപ്പെട്ടതെന്നും ആരും ചോദിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ജന്മസിദ്ധന്മാരായ ദേവന്മാര്, അതുപോലെ പിതൃക്കള്, വസുക്കള്, ഇങ്ങനെ പലരും. അതും അധികാര പുരുഷന്മാർ, അങ്ങനെ പറയുന്നു. അധികാര പുരുഷന്മാരും ഈശ്വരനെ പോലെ തന്നെ ശരീരത്തെ സ്വീകരിക്കുന്നു, ഭൂമിയിൽ വന്ന് ജനിക്കുന്നു, അവര് വീണ്ടും ശരീരത്തെ ഉപേക്ഷിക്കുന്നു, വീണ്ടും ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. അവരുടെ സ്ഥാനം ബ്രഹ്മലോകം എന്നാണ് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിൽ അത്തരം അധികാര പുരുഷന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവർ വീണ്ടും വരുന്നു. സ്വേച്ഛയാ ശരീരം, മനുഷ്യ ശരീരം സ്വീകരിക്കുകയും വിടുകയും മറ്റേതെങ്കിലും ശരീരം സ്വീകരിക്കുകയും വിടുകയും ചെയ്യുന്നു. അത് യോഗശക്തിയുടെ ഫലം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുണ്ട്. അധികാര പുരുഷന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. കൽപ്പാന്തം വരെ ശരീരം സ്വീകരിക്കുന്നവർ, ഇങ്ങനെ പലതരക്കാരുണ്ട്. ഇതിലെല്ലാം വേറെ വേറെ മനസ്സിലാക്കണം. അധികാര പുരുഷന്മാരെ കുറിച്ചും ജ്ഞാനികളെന്നാണ് പറയുന്നത്. പക്ഷെ അത് ജീവപ്രാരബ്ധം കൊണ്ട് ഇങ്ങനെ ജനിക്കുന്നവരല്ല.
ഇവിടെ പറയുന്നത് തത്വജ്ഞാനി. അപ്പോൾ അതിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനിയുടെ പ്രാരബ്ധവും ജ്ഞാനവും. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് കർമ്മനാശം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ തന്നെ ചിലർക്ക് സംശയം വരുന്നത് ഈ തത്വജ്ഞാനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അത് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും ചോദ്യം ചോദിക്കും. ആ തത്വജ്ഞാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് പലർക്ക് സംശയം ഉണ്ടാക്കി. തത്വജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവല്ല എന്ന് പറയുന്നു. ആത്മബോധം എന്ന് പറയുന്നു. കാരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതിന്റെ വിഷയങ്ങളെക്കുറിച്ച് ബോധം ഉണ്ടാവും, ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാകില്ല എന്ന് പറയും. അപ്പോൾ ചോദിച്ചപ്പോൾ ആത്മാവിനെ കാണുന്നു എന്ന് പറയുന്നത് യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതതിന്റെ വാച്യാർത്ഥത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നത് ബ്രഹ്മത്തെ, ചെവി കൊണ്ട് കേൾക്കുന്നത് ബ്രഹ്മത്തെ, അങ്ങനെ പറയേണ്ടി വരും. ഇന്ദ്രിയങ്ങൾ അതിന്റെ സ്വഭാവത്തെ അതിക്രമിച്ചു. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണ്? അതാത് വിഷയത്തെ ഗ്രഹിക്കുക. അപ്പൊ ഇന്ദ്രിയങ്ങൾ അതിന്റെ സ്വഭാവത്തെ അതിക്രമിച്ചിട്ട് അങ്ങനെ ചിലർ ധരിക്കുന്നുണ്ട്. അതീന്ദ്രിയമായ ബ്രഹ്മത്തെ ഈ ഇന്ദ്രിയങ്ങൾ തന്നെ ഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുക എന്താണ്? യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ. അങ്ങനെ മനസ്സിന്റെ സഹായത്തോടുകൂടി എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങൾക്കെന്തോ അതീന്ദ്രിയ ശക്തി ഉണ്ടായിട്ട് അത് ഇന്ദ്രിയ വിഷയമല്ലാത്ത അതീന്ദ്രിയമായ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു. അങ്ങനെ ആയിക്കൂടെ ചിലർക്ക് സംശയം. അങ്ങനെ ആകാൻ പറ്റില്ലെന്നാ പറയുന്നു. എന്തുകൊണ്ട്? ഒന്ന്, ഇന്ദ്രിയങ്ങൾക്ക് അതീന്ദ്രിയ ശക്തിയില്ല. അതുകൊണ്ടാണ് അതിനെ അതീന്ദ്രിയം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായതിനാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. അത് ഇന്ദ്രിയ ശക്തിയുടെ വിഷയമല്ല. ആണെങ്കിൽ പിന്നെ അതിന് അതീന്ദ്രിയം എന്ന് പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ആത്മാവ് അപ്രമേയമായിരിക്കുന്നതിന് ഒരിക്കലും ഇന്ദ്രിയ വിഷയമാക്കാൻ കഴിയത്തില്ല. അതിനെ വിഷയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദസ്പർശരൂപാദി വിഷയങ്ങളെപ്പോലെ പരിച്ഛിന്നമാകും. അദ്വൈതം എന്ന് പറയുന്നത് ഒരു കടങ്കഥയായി മാറുന്നു. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ ജ്ഞാനമൊന്നും അനുഭവമൊന്നും പറയുന്നത്? അത് പറയുന്നു തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം. അവിടെ ചിലർ ചോദിക്കുന്നത്, അങ്ങനെ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ജ്ഞാനം, ശ്രോതാവിനുണ്ടാകുന്ന ജ്ഞാനം എന്താണ്? സദാത്മേകത്വ ജ്ഞാനമെന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ എല്ലാം പറയുന്ന ഈ ജ്ഞാനം ഒരാളുടെ ബുദ്ധിയിലാണ് ഉണ്ടാകുന്നത്. വേറെ ഒരിടത്തും ഈ ജ്ഞാനം ഉണ്ടാകാൻ സ്ഥലമില്ലല്ലോ. ഒരുവന്റെ അന്ധകരണത്തിലായി ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പൊ ഈ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്നാണോ പറയുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനം എന്റെ കേൾവിക്കാരനായി എനിക്കും ഉണ്ടായിട്ടുണ്ട്, എന്റെ ബുദ്ധിയിലുമുണ്ട്. സദാത്മേകത്വ ബോധത്തെ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ഉണ്ടായി. അഹം ബ്രഹ്മാസ്മി എങ്ങനെയാണോ ശ്രമിച്ചത് അതുപോലെ ഒരു ബോധം എനിക്കും ഉണ്ടായി. ആ ബോധം ബുദ്ധിജന്യമായ ബോധമാണ്, ബുദ്ധിയിലുണ്ടായ ബോധമാണ്. ഈ ബോധം ആത്മാവിന് വിഷയമാക്കുമെന്നാണോ പറയുന്നത്? എന്തായാലും ഈ ബോധം എന്താണ്? ഈ ബോധം എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. അങ്ങനെ ബുദ്ധിജന്യമായൊരു ബോധം ആത്മാവിനെ വിഷയമാക്കുമെന്ന് പറയുന്നില്ല ഒരിടത്ത്. അപ്പോൾ ഈ ബോധത്തിൽ ആത്മാവിനെ വിഷയമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കത്തില്ല. ഒരു ബോധത്തിനും അത് കഴിയത്തില്ലല്ലോ. പിന്നെന്താ ഈ ബോധം? അത്
പറഞ്ഞു കഴിഞ്ഞു എന്താണ് അത് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതാണ്. അവിടെയാണ്. അപ്പോൾ ഈ ബോധം അത് അനുഭവമാണ്. ബോധമെന്നോ അനുഭവമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോൾ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ഒരാൾക്ക് ഒരു ബോധം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് അയാളുടെ അനുഭവം തന്നെയാണ്. ബോധവും അനുഭവം രണ്ടല്ല. ഏത് വിഷയത്തെ സംബന്ധിച്ചാണ്. പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞാൽ പുസ്തകത്തെക്കുറിച്ച് അനുഭവം ഉണ്ടെന്നല്ല. ഒരാൾ എന്നോട് പറയുകയാണ് ഇത് പുസ്തകമാണ്, അപ്പോൾ എനിക്ക് ബോധമുണ്ടായി ഇത് പുസ്തകമാണ്. ഇത് പുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവം. അതുപോലെ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ആത്മാവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാകുമോ? ഉണ്ടാകും. ആത്മാവിനെ സംബന്ധിച്ച് അനുഭവം ഉണ്ടാകും. കാരണം ശ്രുതിയിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടായി, പിന്നെ അനുഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? വെളിച്ചം ഉണ്ടായി പ്രകാശമില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. കാരണം വെളിച്ചവും പ്രകാശവും ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. പിന്നെന്താ ബോധം ആത്മാവിനെ വിഷയമാക്കില്ല എന്നുള്ളത്? കാരണം ആ ബോധം ആത്മാവിനെ വിഷയമാക്കുന്നില്ല. പിന്നെന്താ അതിന്റെ പ്രയോജനം? അത് ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു. അപ്പോൾ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്ന ബോധം, അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആത്മബോധം അനുഭവം തന്നെയാണ്. ഒരു ബോധത്തിന് അനുഭവം അല്ലാതിരിക്കാൻ പറ്റത്തില്ല. ബോധത്തിന്റെ സ്വഭാവം വെളിച്ചത്തിന് ഒരിക്കലും ഇരുട്ടായിരിക്കാൻ പറ്റത്തില്ല. വെളിച്ചത്തിന് വെളിച്ചമായിരിക്കാനേ പറ്റും. പക്ഷെ ഇവിടുത്തെ വിശേഷത, വെളിച്ചമായിട്ടുള്ള വിശേഷത എന്താണ്? വെളിച്ചം ഏത് വസ്തുവിലാണോ പതിയുന്നത് ആ വസ്തുവിനെ അത് പ്രകാശിപ്പിക്കും. വസ്തുവിനോട് ചേർന്ന് ഈ വെളിച്ചത്തിന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ വെളിച്ചത്തിൽ ആത്മാവ് പ്രകാശിക്കുന്നില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ വെളിച്ചം എങ്ങനെയാണോ ഇരുളിനെ നശിപ്പിക്കുന്നത്, അതുപോലെ ഇത് സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ നശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, ഈ ശ്രവണത്തിൽ നിന്നുണ്ടായ ജ്ഞാനം, അഹം ബ്രഹ്മാസ്മിന്നോ തത്വമസിന്നോ ഉണ്ടായ ഈ ജ്ഞാനം ഇത്രയും മതിയോ എന്നാണ് അടുത്ത് ചോദിക്കുന്നു. എന്താണ്? എനിക്കിപ്പോൾ ജ്ഞാനം ഉണ്ടായി, ഇത് മതിയോ എന്നാണ്. പോരാ. ഇതനുഭവമാണല്ലോ. ശ്രുതിയിൽ നിന്നുണ്ടായതല്ലേ, അനുഭവമാണ്. ഈ ജ്ഞാനം അനുഭവമാണ്. പക്ഷെ ഇത് പോരാ. എന്തുകൊണ്ട് പോരാ? കാരണം ഇത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ജ്ഞാനം പര്യാപ്തമാണോ എന്നൊരു ചോദ്യം ജ്ഞാനത്തിലുണ്ടാകത്തില്ല. അപ്പോൾ തന്റെ ജ്ഞാനത്തിൽ പോരായ്മകളുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ചോദ്യം എന്ന് പറയുന്നത് സംശയത്തിന്റെ പ്രകടനമാണ് ചോദ്യം. അപ്പോൾ ശ്രുതിയിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടായിട്ടും സംശയം തുടരുന്നു. എന്തുകൊണ്ട്? ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ചില്ല. അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമായ ജ്ഞാനമായില്ല എന്നർത്ഥം. അതെന്തുകൊണ്ടാണ്? ഈ ദോഷങ്ങൾ തുടരുന്നുണ്ട്. അതെന്താ? ശ്രുതിയുടെ ജ്ഞാനം പലതട്ടിലുണ്ടോ? ഇല്ല. സൂര്യന്റെ പ്രകാശം ഏകരൂപത്തിലാണെങ്കിലും അതിന്റെ പ്രതിഫലനം അത് പ്രതിബിംബിക്കുന്ന പ്രതലമനുസരിച്ചാണ്. ആ പ്രതലത്തിന്റെ ശുദ്ധി അനുസരിച്ച് അതിന്റെ പ്രതിഫലനം വ്യക്തമായി വരും. ശ്രുതിയുടെ ജ്ഞാനത്തെ ഗ്രഹിക്കേണ്ടത് ബുദ്ധി തന്നെയാണ്. ആണ് പറയുന്നത് ദൃശ്യതേ അഗ്രിയ ബുദ്ധ്യ. സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് തന്നെയാണ് ഇതിനെ ഗ്രഹിക്കേണ്ടത്. പക്ഷെ ബുദ്ധിക്ക് ആ സൂക്ഷ്മതയില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തത്വജ്ഞാനത്തിലും ചോദിക്കും, ഈ ജ്ഞാനം ശരിയാണോ? ആ തത്വജ്ഞാനത്തിനെ സംബന്ധിച്ചും അജ്ഞാന സംശയ വിപര്യങ്ങൾ തുടരും. അതാ ദർപ്പണത്തിന്റെ ദോഷമാണ്. അല്ലാതെ സൂര്യന്റെ പ്രകാശത്തിന്റെ കുഴപ്പമാണ്. ശ്രുതി ഏകരൂപത്തിൽ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ശ്രോതാക്കൾ ബഹുരൂപത്തിൽ ഗ്രഹിക്കുന്നു.
അപ്പം അവിടെ അങ്ങനെ ഒരു ചോദ്യം, ഒരു വിപര്യം അല്ലെങ്കിൽ ഒരു അജ്ഞാനം ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബുദ്ധി ശരിയല്ല എന്നാണ്. അപ്പോൾ ഈ ജ്ഞാനം പോരാ. ഇനി ഒരാൾക്ക് തോന്നുകയാണ് ശ്രുതിയിൽ നിന്ന് കിട്ടിയ ഈ ജ്ഞാനം പര്യാപ്തമാണോ? അതാണ് സ്വാനുഭവം എന്ന് പറയുന്നത്. ആത്മബോധം സ്വാനുഭവം എന്ന് പറയുന്നത് അവിടെയാണ്. ശ്രുതിയിൽ നിന്ന് താൻ ഗ്രഹിച്ച ജ്ഞാനം പര്യാപ്തമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അജ്ഞാന സംശയ വിവരങ്ങളില്ല. അപ്പോൾ ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം കൂടാതെ തന്നെ അവിടെ ഉത്തരവുണ്ട്, അത് മതി. അതാണ് ഭാഷണത്തിനും മറ്റും പറയുന്നത്. കാട്ടിൽ യാദൃശ്യമായ വിരുദ്ധം പോയി വിറവ് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, തത്വമസി കേട്ടവന് ബോധമുണ്ടായിരുന്നു. ഇവിടെ രാവും പകലും കുത്തിയിരുന്ന് വേദാന്തം ചോദിച്ചിട്ട് ഒരു ബോധവും ഉണ്ടാകുന്നില്ല. മറ്റവൻ അതിനുവേണ്ടി പോയതൊന്നുമില്ല, യാദൃച്ഛികമായിട്ട് കേട്ടു, അവന് ബോധമുണ്ടായി. അപ്പോൾ ആത്മബോധം എന്ന് പറയുന്ന അനുഭവം തന്നെയാണ്. പക്ഷെ ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല. അതാണ് വിഷയാനുഭവങ്ങളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം. അപ്പോൾ അതിനെന്തുകൊണ്ട് ബോധമെന്ന് വിളിക്കുന്നു എന്നാണ്. ഒരു ബോധം അല്ലെങ്കിൽ ഒരറിവ് ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നില്ല, പക്ഷെ അതിനെ അറിവെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവ് ഈ പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വൈരുദ്ധ്യമുണ്ട്. എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, എന്നാൽ ഈ പുസ്തകത്തെ അത് പ്രകാശിപ്പിക്കുന്നു. പിന്നെ അതെന്തറിവോ? അതിനെങ്ങനെ അറിവെന്ന് പറയാൻ പറ്റും? അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള ബോധം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നില്ല. പിന്നെന്താ അത് ബോധം? അത് ബോധത്തിന് മാത്രമുള്ള സവിശേഷതയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അത് സ്വയം പ്രകാശമാണ്, സ്വയം അനുഭവരൂപമാണ്. എന്റെ അനുഭവത്തിൽ നിന്നും അന്യമായൊരു വിഷയം ആയിട്ട് ഞാൻ കാണുന്നു പുസ്തകത്തിന്. അവിടെ എന്റെ അനുഭവം പ്രകാശിപ്പിക്കുമ്പോൾ പുസ്തകം അവിടെ വിഷയമായിട്ട് വേണം. ഇവിടെ ആത്മാവ് എന്റെ അനുഭവത്തിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ആത്മാവിന് എന്റെ അനുഭവത്തിനൊരു വിഷയമായി നിൽക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടത് സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നാൽ പ്രകാശത്തിനൊരു ജോലിയുണ്ട്. എന്താണ്? ഇരുളിനെ മാറ്റുക. അപ്പോ ഇത് രണ്ടും കൂടെ ചോദിക്കും, എന്താണോ ഇത് അപ്രമേയമാണ്, ആ വിഷയം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ദൃശ്യതേതു അഗ്രിയ ബുദ്ധിയ രണ്ട് സമന്വയിക്കും, എന്നാലേ അദ്വൈത ബോധം പൂർണ്ണമാകുള്ളൂ. സൂക്ഷ്മമായ ബുദ്ധിയിലൂടെ അത് പ്രകാശിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ വരുന്ന ദോഷം എന്താണ്? ആത്മാവ് അജ്ഞേയമാണെന്ന് വരും. അജ്ഞേയമല്ല. അത് നമ്മൾ വളരെ വിശദമായിട്ട് കേനോപനിഷത്തിൽ ചർച്ച ചെയ്തതാണ്. വേറെ ഭാഗത്തും പറയും ജ്ഞാത സമശൂന്യ എന്ന് പറയും. വിദിതാത് അവിദിതാത് അപി എന്നെല്ലാം പറയുന്നു. അപ്പോൾ അവിടെ ഭ്രാന്തി ഉണ്ടാകുന്നത് ആത്മാവ് അപ്രമേയം എന്ന് പറയുമ്പോൾ അത് അജ്ഞേയമാകുമല്ലോ. അപ്രമേയം എന്ന് വെച്ചാൽ അജ്ഞേയം എന്നുള്ള അർത്ഥമല്ല. അപ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധി ഇതിലൂടെ വിഷയമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. മറിച്ച് പ്രമേയമൊന്നും പറയാം ആത്മാവിന്. എന്തുകൊണ്ട്? ദൃശ്യത എന്ന് പറഞ്ഞില്ലേ? വേദാഹമേദം പുരുഷം മഹാന്തം. ഞാനിതാ ഈ പുരുഷനെ ശ്രുതി എന്ന് പറയുന്നു, കണ്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പൊ അപ്രമേയമായ ഒന്നിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ തത്വജ്ഞാനി പറയുന്നു, ഇതാ സർവാത്മഭാവം, ഇതാണ് ഇതിന്റെ ഫലം, അങ്ങനെ ഒരു സർവാത്മഭാവത്തെ ഞാൻ അനുഭവിക്കുന്നു. കാരണം ദുഷ്ടഫലം എന്നാ പറയുന്നു.
അപ്പോൾ അപ്രമേയമായ ഒന്നിന് എങ്ങനെയാണ് ദുഷ്ടഫലം ഉണ്ടാകുന്നത്? അത് ആണ് പറഞ്ഞത്. എന്താണ് അവിടെ? അജ്ഞാന നിവൃത്തി. അതിനെയാണ് വാർത്തകാരൻ പറഞ്ഞത്. എന്താണ്? അധ്യവസായാത്മിക ബുദ്ധി, നിരിധ്യാസന രൂപത്തിലെ ബുദ്ധി, നിശ്ചയാത്മികമായ ബുദ്ധി എന്ന് പറയും. ആ നിശ്ചയാത്മികമായ ബുദ്ധിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉദിക്കുന്നില്ല. അവിടെ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും അനുഭവരൂപമാണ്. അതെന്തിനെ സംബന്ധിച്ചായാലും ശരി, ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി, അനാത്മാവിനെ സംബന്ധിച്ചാലും ശരി, ബുദ്ധി ബോധം അനുഭവരൂപത്തിലാണ്. അതിനെ സ്വയം പ്രകാശമെന്നല്ലാതെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ആത്മബോധവും ആത്മാവും രണ്ടായി പ്രകാശിക്കുന്നില്ല. അവിടെ ദ്വൈതമില്ല ആത്മബോധത്തിൽ എന്ന് പറയുന്നത് കൊണ്ടാണ്. ദ്വൈതത്തെ സൃഷ്ടിച്ചതെന്താണ്? ആത്മാവോ ആത്മബോധവുമല്ല, അജ്ഞാനം. പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതിന്റെ നാശത്തിന് സഹായിച്ച ബുദ്ധി, അതവശേഷിക്കുന്നതാണ് ആത്മബോധം എന്ന് പറയുന്നത്. അത് ആത്മസ്വരൂപമായി തന്നെ അത് പ്രകാശിക്കുന്നു. ഇന്ദ്രിയ വിഷയമല്ല, എന്നത് അനുഭവരൂപമാണ്. അപ്പോൾ ആത്മബോധം എന്ന് പറയുന്നത് അജ്ഞേയതയെക്കുറിച്ച് പറയുന്നത്. അജ്ഞേയത എന്നൊക്കെ പറയുന്നത് ചില പാശ്ചാത്യരുടെ വാദങ്ങളാണ്. അജ്ഞേയവാദം ഒന്നും അദ്വൈത സമ്മതമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് അദ്വൈതത്തിൽ ഈ പറയുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും സമന്വയിക്കുന്നു. എങ്ങനെ? അതിന് അപ്രമേയമെന്നും പറയാം, അത് ദൃശ്യതയെ അഗ്രിയാബുദ്ധിയാണെന്നും പറയാം. അതിന് അനുഭവമെന്നും പറയാം, അതിന് അനുഭവാതീതമെന്നും പറയാം. അങ്ങനെ പറയും, അനുഭവാതീതം ബ്രഹ്മ. അതും വാക്യമാണ്. എന്തുകൊണ്ട് പറയുന്നു അനുഭവാതീതം? എത്ര ബുദ്ധി സൂക്ഷ്മമായാലും അതിനെ വിഷയമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ബുദ്ധി സ്വയം അനുഭവമാണല്ലോ. പിന്നെ അതിനെ വിഷയമാക്കേണ്ട ആവശ്യമൊന്നും. അങ്ങനെ പറയുന്നിടത്ത് ദോഷം വരും. ആത്മാശ്രയം എന്ന് പറയുന്നു ഒരു ദോഷം വരും. അതാണ് ജ്ഞാനത്തിന്റെ വിശേഷത. അപ്പൊ തത്വജ്ഞാനിയുടെ നില അതാണ്. തത്വജ്ഞാനി അപ്രമേയമായ ആത്മാവിന്റെ അനുഭവത്തിലാണ് നിൽക്കുന്നതെന്ന് പറയും. അവിടെ ദോഷമില്ല. അപ്പോൾ ആത്മാവ് എങ്ങനെ അപ്രമേയമായിരിക്കുന്നു, തത്വജ്ഞാനിയുടെ അനുഭവം എങ്ങനെ അനുഭവമായിരിക്കുന്നു, അതാണ് ഇവിടെ പറഞ്ഞത്. അത് അനുഭവത്തിന്റെ സ്വഭാവം തന്നെ ആയതുകൊണ്ട് അവിടെ ഭേദനാശം സംഭവിച്ചുകൊണ്ട് ആ ഒരു നിലയിലും തത്വജ്ഞാനിയിലും പറയുന്നു വീണ്ടും പ്രാരബ്ധം. അതാണ് ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നു. ആ പ്രാരബ്ധത്തെ ഉണ്ടെന്നും ഇല്ലെന്നും ഏത് തരത്തിൽ പറയുന്നു? രണ്ടു തരത്തിലും പറയും. പ്രാരബ്ധം പുനഃസഞ്ചിതം തവ കിമാഗാമി കർമ്മപ്യസത്വയധ്യസ്ഥം, അങ്ങനെയും പറയുന്നു ആചാര്യന്മാർ. ഇവിടെയാണ് പ്രാരബ്ധം, ഇവിടെയാണ് സഞ്ചിതം, ഇവിടെയാണ് ആഗാമി. സഞ്ചിതത്തെയും ആഗാമിയൊക്കെ നിഷേധിച്ചിട്ട് പിന്നെ പ്രാരബ്ധം എവിടെ നിൽക്കും? ഇല്ല, അത് ശരിയാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, അതുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ വ്യവഹാര സാധൂകരണത്തിന് വേണ്ടി ആണ് ദിഗ്ഭ്രമ ദൃഷ്ടാന്തം പറയുന്നത്. അതിനേറ്റവും ഉത്തമമായ ദൃഷ്ടാന്തം. മറ്റ് ദൃഷ്ടാന്തങ്ങൾക്കെല്ലാം പോരായ്മകളിലൂടെ അത് പരിഹരിക്കും. ഒരു ദൃഷ്ടാന്തം പൂർണ്ണമല്ലെങ്കിൽ
രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിൽ പ്രതീതിയില്ല. അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. അപ്പോൾ അത് പ്രാരബ്ധത്തിന് ദൃഷ്ടാന്തമാകത്തില്ല. മരുമരീചികയിൽ ദൃഷ്ടാന്തത്തിനും പോരായ്മയുണ്ട്. കാരണം അവിടെ ഭ്രാന്തിയില്ല, ഭ്രാന്തി പ്രതീതിയില്ല. അവിടെ ജലമാണെന്ന് അത് ബോധ്യപ്പെട്ടവൻ അതിനെ കാണുമ്പോൾ ജലം ആയിട്ട് തന്നെ കാണുന്നു. അജ്ഞാനം ജലമല്ല എന്ന് ബോധ്യപ്പെട്ടവൻ അതിനെ കാണുമ്പോൾ അത് പ്രകാശമായിട്ട് തന്നെ കാണും. ആ പ്രതീതിയിൽ അയാൾക്ക് ഭ്രമമില്ല, അതിന് സംശയമില്ല. ഇത് പ്രകാശമാണോ അല്ലയോ, അല്ലെങ്കിൽ ഇത് പ്രകാശമല്ല ജലം എന്നൊരു പ്രതീതി അയാൾക്കുണ്ടാകുന്നില്ല. അയാൾ പ്രകാശമായിട്ട് തന്നെ കാണും. അതുകൊണ്ടാണ് അയാൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത് അത് പ്രകാശമാണ്, സൂക്ഷിച്ചു നോക്കുക. അയാളുടെ അനുഭവത്തിൽ എന്താണ്? അവിടെ പ്രകാശാനുഭവമാണ്, അല്ലാതെ ജലത്തിന്റെ അനുഭവമല്ല. ജ്ഞാനിക്ക് ദിഗ്ഭ്രമത്തിൽ അങ്ങനെയല്ല, അവിടെ ഭ്രമാനുഭവം തന്നെയാണ്. ഒരാൾ ഉപദേശിച്ചു ഇത് ഇതൊക്കെ അല്ല അവിടെ കാണുമെന്ന് ഉപദേശിച്ചു കഴിഞ്ഞ് അയാൾക്കതിനെ സംബന്ധിച്ചുള്ള അജ്ഞാനം നശിച്ചു, ഇതൊക്കെയാണെന്ന് ബോധ്യം വന്നു. അകസ്മാത്, ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞോളൂ, എന്നാ അകസ്മാതപി കാരണം, എന്ത് കാരണമെന്ന് പറയാൻ വയ്യ, ഒരു കാരണമെന്ന് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് അതിനെ പ്രാരബ്ധം എന്ന് പറയുന്നത്. കാരണം ഭ്രാന്തിക്ക് കാരണമായിരുന്ന അജ്ഞാനം നശിച്ചു, ശരിയായ ബോധമുണ്ടായി, ഇതാണ് തക്ക്. ആ ബോധം അയാൾ വിസ്മരിച്ചിട്ടില്ല, ശരിക്കും ആ ബോധമുണ്ട്. ആ ബോധത്തോടുകൂടി പറയുകയാണ് ഇത് തെക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് വടക്കെന്നാണ്. അങ്ങനെയാ പറയുന്നത്. വടക്ക് പോലെ കാണുന്നു എന്നല്ല, എനിക്കിത് വടക്കായിട്ടാണ് കാണുന്നത്. എന്റെ അനുഭവത്തിൽ ഇതിപ്പോൾ വടക്കാണ്. പുതിയ സ്ഥലത്ത് നിന്നിട്ട് ആ അനുഭവത്തെ ആത്മനിഷ്ഠമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ജലത്തെ നോക്കിയിട്ട് അങ്ങനെയല്ല പറയുന്നത്, ഇത് കേവലം പ്രകാശം മാത്രമാണ്. അപ്പോൾ ചോദിക്കും നിങ്ങൾ ജലമായിട്ടല്ലേ കാണുന്നതല്ല, ഞാനത് പ്രകാശമായിട്ട് തന്നെയാണ് കാണുന്നത്, പ്രകാശമാണ്. പിന്നെ നിനക്കത് ജലം പോലെ തോന്നുന്നു, അതിൽ തരംഗങ്ങളും മറ്റും കാണുന്നതുകൊണ്ട് ജലം പോലെ തോന്നുന്നു. പക്ഷെ അത് ജലമല്ല, പ്രകാശം തന്നെയാണ്. ഞാനതിനെ പ്രകാശമായിട്ടാണ് കാണുന്നത്, ജലം പോലെ തോന്നുന്നു. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഭ്രമത്തിന് കാരണമായിട്ടുള്ള അജ്ഞാനം നശിച്ചു. പക്ഷെ വീണ്ടും എന്താ പറയുന്നത്? ഇത് എനിക്കറിയാം, ഇത് സത്യം ഇന്നതാണ്, തെക്കാണെന്നറിയാം, പക്ഷെ എനിക്കിത് വടക്കായി തോന്നുന്നു. അതെന്താ? സത്യം മനസ്സിലാക്കിയിട്ട് ഏതൊരു അറിവില്ലായ്മയാണോ ആ സത്യബോധത്തിന് തടസ്സമായിരുന്നു അത് നശിച്ചിട്ട്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ജ്ഞാനാഗ്നി സർവകർമാണി എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. എല്ലാം ഭസ്മമാക്കി അതിനൊരു കാരണം പറയാൻ കഴിയില്ല. ആ ബോധത്തിൽ തന്നെ പ്രതീതി പഴയതുപോലെ തുടരുന്നു കുറേ സമയത്തേക്ക്. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയോ അതെങ്ങനെ ശരിയാകുന്നറിയാൻ വയ്യ. അകസ്മാത് ആ പ്രതീതി ഉണ്ടാകുന്നു. തത്വ കാണുമ്പോൾ ഇത് വടക്കെന്ന് തന്നെ തോന്നുന്നു. അതുപോലെ തത്വജ്ഞാനിക്കും അറിയാം എന്താണ് സർവാത്മഭാവം, അതാണ് പരമാർത്ഥം, സദൈകത്വമാണ് പരമാർത്ഥം. അങ്ങനെയൊക്കെയുള്ള ബോധങ്ങളുണ്ടെങ്കിലും ആ ബോധം ഉണ്ടെങ്കിലും ഇത് സർവാധാരമാണ്, ഇത് സ്വർണവും ആഭരണങ്ങളും പോലെയാണ്, ജലവും തരംഗങ്ങളും പോലെയാണ്, കണ്ണാടിയും അതിന്റെ പ്രതിബിംബങ്ങളും പോലെയാണ്. ഇത്തരത്തിലെല്ലാം ഇതിന്റെ പരമാർത്ഥത്തെ ബോധിച്ചാലും ശരി, വീണ്ടും ആ ഭേദപ്രതീതി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരം വരുന്നു, പശുവാദികളെ പോലെ വ്യവഹാരം വരുന്നു, ശിഷ്യൻ വരുന്നു. ആത്മാവ് നിത്യമുക്തമാണ്, അതിൽ അജ്ഞാനമില്ല, എന്നാലും ശിഷ്യന് അജ്ഞാനമുണ്ട്. അപ്പോൾ അവന്റെ അജ്ഞാന നിവൃത്തിക്ക് വേണ്ടി ഉപദേശിക്കണം. നിത്യമുക്തമായ സ്വസ്വരൂപത്തിൽ അനാത്മവസ്തുക്കളൊന്നും തന്നെ ഇല്ല, എന്നാലും തന്നിൽ വിശപ്പും ദാഹവും രാഗദ്വേഷങ്ങളും ഇതെല്ലാം പ്രകടമാകുന്നു.
പക്ഷെ ഇത് ഒരു അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് അവന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഒരു നടന്ന സംഭവം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു ഗുരു സമീപകാലത്ത് ജീവിച്ചിരുന്നതാണ്, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. കഥയല്ല, നടന്ന സംഭവമാണ്. അപ്പോൾ ഗുരുവിനെ കുറിച്ച് ശിഷ്യരുടെ സങ്കല്പം വേറെയാണല്ലോ. ഗുരുവിന്റെ വാസ്തവമായ അനുഭവങ്ങൾ ഇത് ഒന്നും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ആശ്രമത്തിൽ ഗുരുവുണ്ട്, കുറെ ശിഷ്യന്മാരുമുണ്ട്. അപ്പൊ ആശ്രമത്തിലൊരു ചടങ്ങുണ്ടായിരുന്നു. ഇത് ആ ഗുരു ശിഷ്യനോട് പറഞ്ഞത് ശിഷ്യൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർ പോയി പുസ്തകം കണ്ടുപിടിച്ച് വായിക്കുക. ഏത് ഗുരുവെന്നോ ഏത് പുസ്തകമെന്നോ ഞാൻ പറയത്തില്ല. കേൾക്കുന്നവരും എന്തെങ്കിലും പണിയെടുക്കണമല്ലോ. അപ്പോൾ ഗുരു ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശിഷ്യന്മാരെല്ലാം കൂടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം ഗുരുവിന് കൊടുത്തിട്ട് ഗുരു ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കും. അതൊരു ആചാരം, സദാചാരം. പക്ഷേ ചില ദിവസങ്ങളിൽ ഗുരു ആശ്രമത്തിൽ കാണത്തില്ല. അപ്പോൾ ഗുരു ദൂരെയാണ്. ഗുരു ഭക്ഷണം കഴിച്ചോ ഇല്ലയോ ശിഷ്യന്മാർക്കൊരു വ്യാകുലത. അത് ശുദ്ധമായ ഗുരുഭക്തി കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല അതിന്. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഗുരുവിനെ സങ്കല്പിച്ച് ഭക്ഷണം നിവേദിച്ചിട്ട് കഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഗുരുവിനെ സങ്കല്പിക്കാൻ അങ്ങനെ സങ്കല്പശേഷിയൊന്നും സാധാരണക്കാർക്കില്ലല്ലോ. അവർ ഗുരുവിന്റെ ഒരു വലിയ പടം വച്ചു. അതിനു മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്നു, വച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി പൂജയൊക്കെ നടത്തിയിട്ട് അവർ ഭക്ഷിക്കും. ഇത് തുടർന്നു വന്നു. ഗുരു തിരിച്ചു വന്നു. ഗുരു തിരിച്ചു വന്നപ്പോഴും ഇതൊരു ശീലമായി, ആചാരമായി. അപ്പോൾ ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്ന ഒരു ശീലമായി കഴിഞ്ഞു. അപ്പോൾ അതൊരു ആചാരമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഗുരു അതിനെ ചോദ്യം ചെയ്തില്ല. എന്തായാലും അജ്ഞന്മാരാണ്, എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കും, എന്തെങ്കിലും കാണിക്കണമല്ലോ, കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. അന്നൊരു വലിയ സദ്യയായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നൊരു വലിയ സദ്യയാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ താമസിച്ചു. അപ്പോൾ ഇത് നടത്തിയ ആൾ വലിയ കാശുകാരനായിരുന്നു. അതുകൊണ്ട് അയാൾ വലിയൊരു വിഭവസമൃദ്ധമായൊരു സദ്യ നടത്തിയത്. സാധാരണ 12 മണിക്ക് മണിയടിക്കും, എല്ലാവരും ഭക്ഷണം കഴിക്കും, ഗുരു ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അന്ന് ഇത് നടന്നില്ല. 1 മണിയായി ഭക്ഷണം. പിന്നെ സാധാരണ ചെയ്തു വരുന്ന ചടങ്ങ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം എല്ലാം കൊണ്ട് പടത്തിന് മുമ്പ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത മുറിയിൽ ഗുരു വിശന്നിരിക്കുകയാണ്. 12 മണിയായപ്പോഴേ ഗുരുവിന് വിശപ്പ് തുടങ്ങി. ശിഷ്യന്മാർ 1 മണിയായപ്പോൾ പ്രാർത്ഥനയും തുടങ്ങി. ഇത് വലിയ സദ്യയാണ്. അപ്പോൾ ഈ നടത്തിയാളിനെ സന്തോഷിപ്പിക്കണമല്ലോ. അതുകൊണ്ട് പതിവില്ലാത്ത രീതിയിൽ അന്ന് അഷ്ടോത്തരവും സഹസ്രനാമവും എല്ലാം ചൊല്ലി. കാരണം ഇയാളൊന്ന് സന്തോഷിപ്പിച്ചാലേ ഇനി വീണ്ടും ഇയാൾ ഈ സദ്യ നടത്തത്തുള്ളൂ. ചുരുക്കത്തിൽ സംഗതി 3 മണിയായി. അപ്പോൾ ഇടയ്ക്ക് ഗുരുവിന്റെ സേവകനോട് പറഞ്ഞു, വിശക്കുന്നുണ്ട്, ഭക്ഷണം വന്നിട്ടില്ല, അതവിടെ പ്രാർത്ഥന നടക്കുകയാണ്. പറഞ്ഞു, ഭക്ഷണം കൊണ്ട് തരാം. പറഞ്ഞു, അത് ശരിയല്ല, ഇത്രയും പേര് വിശന്നിരിക്കുമ്പോൾ താനിങ്ങനെ കഴിക്കുന്നു. ഗുരുവിനും ഒരു സങ്കോചം. 3 മണി ആവാറായപ്പോൾ ശിഷ്യനെ വിളിച്ച് പറഞ്ഞു, നോക്ക്, ഞാനിങ്ങനെ ഇവിടെ വിശന്നിരിക്കുന്നു, ഇവരാ പടത്തിന്റെ മുമ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മനുഷ്യർക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ ഞാനിവിടെ വിശന്നിരിക്കണമെന്നുള്ള കാര്യം. അത്രയും ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. ഇത് ശിഷ്യൻ ഇതുപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. ഇങ്ങനെ ഗുരു പറഞ്ഞതായിട്ട്. എന്താ ഇവന്റെ സങ്കല്പത്തിൽ എന്താണ്? ഗുരുമുക്തനല്ലേ, ഗുരുവിനവിടെ വിശക്കും ദാഹമൊക്കെ. ഗുരു അതിനെല്ലാം അതീതനായ ആളല്ലേ. ഗുരുവിന് വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. അപ്പൊ ഗുരുഭക്തി കൊണ്ട് ഇവൻ സ്വയം അന്ധനാകുന്നു. ഇത് അനുഭവിക്കേണ്ട ഒരു ഗുരു. ഇങ്ങനെ 10 മണിയാകുമ്പോൾ ഗുരുവിന് അൾസർ ഉണ്ടാകും, പിന്നെ അതിനെ ചികിത്സിക്കണം.
അപ്പോൾ പ്രാരബ്ധത്തെക്കുറിച്ച് വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഗുരുവിന്റെ നില എന്താണ്, ശിഷ്യന്റെ നില എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവത്തെ ഞാൻ പറഞ്ഞത്.